നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പടിഞ്ഞാറത്തറ പുസിത്തോട് റോഡിനെ കുറിച്ച്. ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് റൂട്ട് മാപ്പിൽ നോക്കാം. ഇത് ഏകദേശം 25 കിലോമീറ്റർ വരെ വരും. പടിഞ്ഞാറത്തറ സീ ലെവലിൽ നിന്ന് 780 മീറ്റർ ഹൈറ്റിലും പുസിത്തോട് സീ ലെവലിൽ നിന്ന് 280 മീറ്റർ ഹൈറ്റിലും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ബലിങ്ങനെ ചുരമോ ഏറ്റമോ ഇറക്കമോ ഇല്ലാത്ത നല്ല റോഡായി വരും. ഇത് നിലവിലുള്ള റോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പടിഞ്ഞാറത്തറ ടു കുട്ടിയാമ്പയിൽ വരെ 7 കിലോമീറ്റർ ഫുൾ ഫിനിഷ്ഡ് ടാർ റോഡ്. കുട്ടിയാമ്പയിൽ നിന്ന് താണ്ടിയോട് എസ്റ്റേറ്റ് വരെ 4 കിലോമീറ്റർ സോളിംഗ് റോഡ്. താണ്ടിയോട് എസ്റ്റേറ്റിൽ നിന്ന് കോഴിക്കോട് ജില്ല താഴെ കരിങ്ങന്നി വരെ ഫോറസ്റ്റ് ഏരിയയിൽ 8 കിലോമീറ്റർ റോഡ് ചെയ്യാനുള്ളത്. ബാക്കി താഴെ കരിങ്ങന്നി നിന്ന് പനക്കൻ കടവ് വരെ 3 കിലോമീറ്റർ പഞ്ചായത്ത് മഡ് റോഡ് നിലവിലുണ്ട്. പനക്കൻ കടവിൽ നിന്ന് പൂസിത്തോട് വരെ 2.5 കിലോമീറ്റർ ഫുൾ ഫിനിഷ്ഡ് ടാർ റോഡ്. അങ്ങനെ മൊത്തം 25-26 കിലോമീറ്റർ വരെ വരും. വലിയ ചുരമില്ല, വലിയൊരു കയറ്റമില്ല, ഇറക്കമില്ലാത്ത നല്ല റോഡായി വരും. ഇതൊരു SH-54 ഭാഗമായിട്ട് വരും. കൽപ്പറ്റ നിന്ന് പടിഞ്ഞാറത്തറ പുസിത്തോട് ചെമ്പാനോട് പേരാമ്പ്ര ഈ വഴിയിൽ കൂടി പോകുമ്പോൾ ബാനാസുര സാഗർ ഡാം റിസർവയർ, കക്കായം ഡാം, പെരുവാനമസി ഡാം റിസർവയർ ഇതിലെ കൂടി പാസ് ചെയ്യുമ്പോൾ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആവും. അതല്ലാണ്ട് മൈസൂർ പോകാനുള്ള എളുപ്പം വഴിയായി മാറും. ഇതൊരു ഇൻ്റർ സ്റ്റേറ്റ് റോഡ് ആയതുകൊണ്ട് വേറെ രാജ്യത്തു നിന്ന് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ നല്ലൊരു അവസരമാണിത്. ഇപ്പം നിലവിലുള്ള റോഡിൻ്റെ സ്ഥിതി വേളെ കാണുന്ന റൂട്ട് മാപ്പിൽ കാണാം.